Hello students, welcome back to our channel ChemQueen. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽഡോൾ കണ്ടൻസേഷൻ. ഓർഗാനിക്കിലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആൽഡിഹൈഡ്സ്, കീറ്റോൺസിൽ വരുന്ന ഒരു മെയിൻ റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. അതെന്താണെന്നും അതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ആൽഡോൾ കണ്ടൻസേഷൻ എല്ലാവർക്കും നടക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും നടക്കുന്ന റിയാക്ഷനാണ് ആൽഡോൾ കണ്ടൻസേഷൻ. എന്നാൽ എല്ലാ ആൽഡിഹൈഡ്സും കീറ്റോൺസും ആൽഡോൾ കണ്ടൻസേഷൻ തരില്ല. പിന്നെ എങ്ങനെയുള്ളവരാ? ആൽഫ ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് മാത്രമേ ആൽഡോൾ കണ്ടൻസേഷൻ തരുള്ളൂ. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റാൽഡിഹൈഡ് ഞാൻ എഴുതുകയാണ്, CH3CHO. ഈ CHO ആണല്ലേ അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻസ് ആണ് ആൽഫ ഹൈഡ്രജൻസ്. അപ്പോൾ അങ്ങനെ ആൽഫ ഹൈഡ്രജൻസ് ഉള്ള ആൽഡിഹൈഡ്സിനോ കീറ്റോൺസിനോ മാത്രമേ എന്ത് തരാൻ പറ്റുള്ളൂ? ആൽഡോൾ കണ്ടൻസേഷൻ തരാൻ പറ്റുള്ളൂ. ഇനി ആൽഡോൾ കണ്ടൻസേഷൻ നടക്കാനുള്ള റിയേജൻറ്റ് ഏതെങ്കിലും ഒരു ഡൈല്യൂട്ട് ആൽക്കലിയാണ്. മിക്കവാറും ഡൈല്യൂട്ട് NaOH ആയിരിക്കും, ചിലപ്പോൾ KOH. ഒരു ഡൈല്യൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ ഇങ്ങനെയുള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് റിയാക്ഷൻ എഴുതുമ്പോൾ കാണാം എന്താണ് ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ട് മാറും. അതിനെയാണ് ആൽഡോൾ എന്ന് പറയുന്നത്. ഫർദർ അതിന് നമ്മൾ ഹീറ്റ് ചെയ്താൽ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഈ ഓവറോൾ റിയാക്ഷനാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എങ്ങനെയാണ് ഇത് എഴുതുന്നത് നോക്കാം. ഇപ്പം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽഫ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് തരാൻ പറ്റും? ആൽഡോൾ കണ്ടൻസേഷൻ തരാൻ പറ്റും. ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്ന സെൽഫ് ആൽഡോൾ കണ്ടൻസേഷനാണ്. അതായത് ഒരാൾ അയാളുടെ കൂടെ തന്നെ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മോളിക്യൂളും ഇതിൻ്റെ തന്നെ അടുത്ത മോളിക്യൂളായിട്ടാണ് ആൽഡോൾ കണ്ടൻസേഷൻ നടത്തുന്നത്. അപ്പോൾ അത് നടത്തുമ്പോൾ എഴുതാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു മോളിക്യൂളിൻ്റെ ആൽഡിഹൈഡിക് ഗ്രൂപ്പും ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡ്, കീറ്റോൺ ആണെങ്കിൽ കീറ്റോൺ. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പും മറ്റേ മോളിക്യൂളിൻ്റെ ആൽഫ ഹൈഡ്രജനും കൂടി ആയിരിക്കും റിയാക്ട് ചെയ്യുക. കാരണം ആൽഫ ഹൈഡ്രജൻ ഉള്ളവർ മാത്രമേ തരുള്ളൂ. ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ് വേണം താനും. അപ്പോൾ ഒരാളുടെ ആൽഡിഹൈഡിക് ഓർ കീറ്റോൺ ഗ്രൂപ്പും മറ്റേ ആളുടെ ആൽഫ ഹൈഡ്രജനും കൂടി ആയിരിക്കും റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇയാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ CHO ഇങ്ങനെ എഴുതാം. കണ്ടോ? അപ്പോൾ ഇയാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വന്നു, അടുത്ത ആളുടെ ആൽഫ ഹൈഡ്രജൻ വേണം അടുത്ത് വരാൻ. ആൽഫ ഹൈഡ്രജൻ ഇവിടെയല്ലേ കിടക്കണേ? അപ്പോൾ ആൽഫ ഹൈഡ്രജൻ അടുത്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് എഴുതാം. കണ്ടോ? ഈ CH3 ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് ആൽഫ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്താ എളുപ്പം എന്ന് നോക്കിക്കേ. ഇങ്ങനെ എഴുതിയിട്ട് ഈ Oയും ഈ Hഉം കൂടെ OH ആക്കി ഈ കാർബണിൽ ഇട്ട് കൊടുക്കുക. ഈ Oയും ഈ Hഉം കൂടെ OH ആക്കി ഈ കാർബണിലിടാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? CH3CH അല്ലേ? ഈ കാർബണിൽ CH ഉണ്ട്, മറ്റേത് നമ്മൾ എന്താക്കിയിട്ട് കൊടുത്തു? OH ആക്കിയിട്ട് കൊടുത്തു. ഈ Oയും ഈ Hഉം കൂടെ OH ആക്കിയിട്ട് കൊടുത്തു. ഈ ബോണ്ടിൽ ഒരെണ്ണം ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒരു ബോണ്ടും കൂടെ അവിടെ എക്സ്ട്രാ വരാനില്ലേ? ഒരു വാലൻസി അതിന് നഷ്ടപ്പെട്ടല്ലോ. ആ വാലൻസിക്ക് പകരം ഈ ബാക്കിയുള്ളത് നിങ്ങൾ കൂട്ടി എഴുതുക, CH2CHO. കണ്ടോ? നോക്കിയൊക്കെ എങ്ങനെ എഴുതിയെന്ന്. ഒരെണ്ണത്തിൻ്റെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പും മറ്റേതിൻ്റെ ആൽഫ ഹൈഡ്രജനും അടുത്ത് വരുന്ന രീതിയിൽ എഴുതിയിട്ട് ഈ Oയും Hഉം കൂടി ഈ കാർബണിൽ OH സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആക്കി ഇടുക. ബാക്കിയുള്ളത് എന്താണോ അത് ആ കാർബണിലേക്ക് നേരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ കിട്ടിയ സാധനത്തിൻ്റെ പേരാണ് ആൽഡോൾ. ഇതിൻ്റെ പേരാണ് ആൽഡോൾ. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ആൽഡോൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? ഇതിലൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പും ഉണ്ട്, ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പും ഉണ്ട്. ആൽഡിഹൈഡ് പ്ലസ് ആൽക്കഹോൾ, അതുകൊണ്ടാണ് ഇതിനെ ആൽഡോൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആൽഡോൾ. ആൽഡോളിൻ്റെ മറ്റൊരു പേരുണ്ട്, ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ശരിയാണോ നോക്കിയേ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, അതിൻ്റെ തൊട്ടപ്പുറത്തെ കാർബൺ ബീറ്റാ കാർബണിലല്ലേ ഹൈഡ്രോക്സി വന്നിരിക്കുന്നത് നോക്കിയേ? അതാണ് ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്നതിന് പേര് വരാൻ കാരണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കും, വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത്? രണ്ട് പോസിബിലിറ്റി ഉണ്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാൻ. ഒന്നുകിൽ ഇവിടെ നിന്ന് OH ഇവിടെ നിന്ന് Hഉം പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് OH ഇവിടെ നിന്ന് Hഉം പോകാം. കോമ്പൗണ്ടിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്ക് വേണം ഡബിൾ ബോണ്ട് വരാൻ, അൺസാച്ചുറേഷൻ വരാൻ. സോ ഒബ്വിയസ്ലി OH ഇവിടെ നിന്നാണ് പോകുന്നതെങ്കിൽ H എവിടെ നിന്നാണ് പോകുള്ളൂ? ആൽഫ ഹൈഡ്രജനിൽ നിന്ന് H എടുക്കാൻ പാടുള്ളൂ, ആൽഫ കാർബണിലെ H എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് OHഉം ഇവിടെ നിന്ന് Hഉം കൂടി വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് എന്താണെന്നിരിക്കേ? CH3CH ഡബിൾ ബോണ്ട് CHCHO. കണ്ടോ? ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റാ കാർബൺ. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്ക് അൺസാച്ചുറേഷൻ ഉള്ള ആൽഡിഹൈഡ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഇതിനെയാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ നോക്കി എഴുതാൻ? ഇവിടെ എഴുതുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ളത് തന്നെ അങ്ങനെ തന്നെ വന്നോളൂ. ഓക്കെ,
ഇതാണ് നമ്മുടെ ക്രോട്ടോണാൽഡിഹൈഡ്. അപ്പോൾ അസറ്റാൽഡിഹൈഡിൻ്റെ ആൽഡോൾ കണ്ടൻസേഷൻ വഴി നമുക്ക് കിട്ടുന്ന സാധനമാണ് ക്രോട്ടോണാൽഡിഹൈഡ്. ഓക്കെ, എഴുതാൻ എളുപ്പമല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്, എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ഈ ആൽഫ ഹൈഡ്രജനും ഇതിൻ്റെ കീറ്റോ ഗ്രൂപ്പും അടുത്തടുത്ത് വരുന്ന രീതിയിൽ എഴുതണം. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സപ്പോസ് ഈ ആൽഡോളിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, നേരെ നിങ്ങളോട് ആൽഡോ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റാണ് എഴുതാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പിലൂടെ ഒന്നും കടന്നു പോകണ്ട. എന്ത് ചെയ്താൽ മതി? ഈ OHും ഇവിടെ നിന്ന് ഒരു Hഉം ഈ OHും ഇവിടെ നിന്ന് ഒരു Hഉം കൂടെ ഒരുമിച്ച് അങ്ങ് കളഞ്ഞിട്ട് കൂട്ടി അങ്ങ് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 CHO, ഈ OHും ഈ Hഉം കൂടെ അങ്ങോട്ട് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ OHും അവിടുത്തെ ഒരു Hഉം കൂടെ കളഞ്ഞ് നേരെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കോളും. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൽഡോളിലൂടെ പാസ് ചെയ്യാതെ അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ എഴുതുന്നത്. നമുക്ക് 1-2 എക്സാമ്പിളും കൂടെ ഒന്ന് എഴുതി നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമുക്കൊരു കീറ്റോണിൻ്റെ എഴുതി നോക്കാവേ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന കീറ്റോൺ ആരാ? അസറ്റോൺ അല്ലെങ്കിൽ പ്രൊപ്പനോൺ. അതാണല്ലേ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കീറ്റോൺ. അതിൻ്റെ നമുക്ക് എഴുതി നോക്കാം. അസറ്റോൺ ആരാ? CH3 CO CH3. അടുത്ത ആളെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇതിൻ്റെ ആൽഫ ഹൈഡ്രജൻ അടുത്ത് വരുന്ന രീതിയിൽ എഴുതണം. അതായത് HCH2 എന്ന് എഴുതിക്കോളാം. CO CH3. ഓക്കെ, ഞാനിപ്പോൾ ആൽഡോളും കൂടെ എഴുതിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആൽഡോൾ വേണ്ടെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. ആൽഡോൾ എഴുതുമ്പോൾ ഈ OHും കൂടെ OH ആക്കി ആ കാർബണിൽ ഇടുക. അപ്പോൾ CH3 CH3 ആ കാർബണിൽ അത് OH ആയിട്ടിരിക്കും. ബാക്കിയുള്ളത് നേരെ കൂട്ടി എഴുതുക. CH2 CO CH3. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണക്ട് ചെയ്ത ആ OHും അതിൻ്റെ അപ്പുറത്തെ കാർബണിൽ Hഉം കൂടി വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യുക. CH3 CH3 ഡബിൾ ബോണ്ട് CH CO CH3. കണ്ടോ, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആൽഫ, ഇതിൻ്റെ അപ്പുറത്തുള്ളത് ബീറ്റ. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്ക് അൺസാച്ചുറേഷൻ വരുന്നു. ഇതിൻ്റെ പേരാണ് മെസിറ്റൈൽ ഓക്സൈഡ്. അപ്പോൾ അസറ്റോണിൻ്റെ ആൽഡോൾ കണ്ടൻസേഷൻ വഴി കിട്ടുന്നത് മെസിറ്റൈൽ ഓക്സൈഡ് ആയിരിക്കും. എഴുതുന്നത് മനസ്സിലായോ നോക്കിയേ? എളുപ്പമല്ലേ? ഈ ഒരു രീതി പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എളുപ്പമല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാമെന്നാ. അടുത്ത നമുക്ക് സൈക്ലോഹെക്സനോൺ, ഒരു സൈക്ലിക് ആയിട്ടുള്ളത് എഴുതി നോക്കാം. ഇതാണ് സൈക്ലോഹെക്സനോൺ. ഇതിന് ആൽഡോൾ കണ്ടൻസേഷൻ നടന്നത്. ആദ്യം ഇയാൾക്ക് ആൽഡോൾ കണ്ടൻസേഷൻ ഉണ്ടോ എന്നും ചെക്ക് ചെയ്ത് നോക്കാം. ആൽഡോൾ കണ്ടൻസേഷൻ വേണമെങ്കിൽ എന്ത് വേണം? ആൽഫ ഹൈഡ്രജൻ വേണം. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്. അത് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ 2 ഉണ്ട് ഇയാൾക്കത്. ഇത് രണ്ടും അത് കണക്ട് ചെയ്തിരിക്കുന്ന കാർബണാണ്. സോ ഇതും ആൽഫ കാർബണാണ്, ഇതും ആൽഫ കാർബണാണ്. ആ 2 ആൽഫ കാർബണിൽ എന്തുണ്ട്? ഹൈഡ്രജൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് എന്ത് തരാൻ പറ്റും? ആൽഡോൾ കണ്ടൻസേഷൻ തരാൻ പറ്റും. ഇനി എഴുതുന്നതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടേ. ഒന്നിൻ്റെ കീറ്റോ ഗ്രൂപ്പും മറ്റതിൻ്റെ ആൽഫ ഹൈഡ്രജൻ അടുത്ത് വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അടുത്തതിന് ഇങ്ങനെ എഴുതാം അല്ലേ? അതെ, ഇതല്ലേ കീറ്റോ ഗ്രൂപ്പ്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് ആൽഫ, ഇപ്പുറത്തുള്ളത് ആൽഫ. അപ്പോൾ ഈ ആൽഫേനെ അടുത്ത് വരുന്ന രീതിയിൽ എഴുതുക. എന്നാലാണ് നമുക്കിത് എളുപ്പത്തിൽ ആൽഡോൾ കണ്ടൻസേഷൻ എഴുതാൻ പറ്റുള്ളൂ. വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഓയും എച്ചും കൂടി ഈ കാർബണിൽ OH ആക്കി ഇടണം. അപ്പോൾ എന്ത് വരുന്ന എഴുതി നോക്കി? ആ ഓയും എച്ചും കൂടി ആ കാർബണിൽ OH ആക്കി ഇടാം. എന്നിട്ട് ബാക്കി വാലൻസിക്ക് പകരം നമ്മുടെ ആ കോമ്പൗണ്ട് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ആ OHും ഇവിടെ ഒരു Hഉം കൂടെ ബാക്കിയില്ലേ, ആ Hഉം കൂടെ വാട്ടറാക്കി എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്കവിടെ ഡബിൾ ബോണ്ട് വരും. ഇതാണ് നമ്മളുടെ ആൻസർ. കണ്ടോ? അപ്പോൾ ഓപ്ഷൻസിൽ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? അത് റിയാക്ഷൻ ചെയ്താൽ ഇതാണോ കിട്ടുക, അതോ ഡബിൾ ബോണ്ട് ഇവിടെ ആയിരിക്കുമോ അവിടെ ആയിരിക്കുമോ എന്നൊക്കെ സംശയം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ കണ്ട് ഇതിൻ്റെ ആൻസർ എഴുതാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എങ്ങനെ നോക്കിയാൽ മതി എന്നറിയോ? ഇതിപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ അപ്പുറത്തെ കാർബൺ ആൽഫ,
അതിൻ്റെ അപ്പുറത്തെ കാർബൺ ബീറ്റ. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്ക് അൺസാച്ചുറേഷൻ വരുന്ന ഒരേ ഒരു പ്രൊഡക്റ്റേ ഓപ്ഷനിലുള്ളൂങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അത് ആൻസർ ചെയ്യാം. കാരണം ആൽഡോ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്കായിരിക്കും അൺസാച്ചുറേഷൻ, വേറെ എങ്ങും ഡബിൾ ബോണ്ട് വരില്ല. അങ്ങനെ വരുന്ന കോമ്പൗണ്ട്സിന് സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് ആ കോമ്പൗണ്ട്സ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഒരു ഓപ്ഷനിൽ മാത്രമേ ആൽഫയിലും ബീറ്റയുടെ ഇടയ്ക്ക് അൺസാച്ചുറേഷൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതാണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ചിരിക്കും. വേറെ ഓപ്ഷൻസിലുണ്ടെങ്കിൽ നമുക്ക് എഴുതി നോക്കാതെ പറ്റില്ല. സോ എന്തായാലും എഴുതാനുള്ള മെത്തേഡ് ഉറപ്പായിട്ടും അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് നോക്കിയാലോ. ആ ക്രോസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിഫറെൻ്റ് ആൾക്കാർ തമ്മിലാണ് ആൽഡോ കണ്ടൻസേഷൻ നടക്കുന്നതെങ്കിൽ അതാണ് ക്രോസ് ആൽഡോൾ. ഒരേ ആൾക്കാർ ഒരു മോളിക്യൂൾ തന്നെ ഒരു ആൽഡിഹൈഡ് അയാളുടെ കൂടെ തന്നെ നടക്കുകയാണെങ്കിൽ സെൽഫ് ആൽഡോൾ അല്ലെങ്കിൽ വെറും ആൽഡോൾ കണ്ടൻസേഷൻ നമ്മൾ പറയാം. ക്രോസ് ആൽഡോൾ എഴുതുമ്പോഴും പ്രൊസീജിയർ അല്ലെങ്കിൽ മെക്കാനിസം അതുപോലെ തന്നെയാണ്, പക്ഷേ നമ്പർ ഓഫ് പ്രൊഡക്ട്സിൻ്റെ എണ്ണം വ്യത്യാസം വരും. സെൽഫ് ആൽഡോൾ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റേ നമുക്ക് കിട്ടുള്ളൂ, കാരണം അയാളുടെ കൂടെ മാത്രമേ ആൽഡോ കണ്ടൻസേഷൻ നടക്കുന്നുള്ളൂ. പക്ഷേ ക്രോസ് നടക്കുമ്പോൾ അങ്ങനെയല്ല, ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലാണ് ഞാൻ ക്രോസ് ആൽഡോൾ നടത്താൻ പോകുന്നത്. ഇത് ക്രോസ് ആൽഡോൾ ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, കാരണം ഇത് എഥനാലും ഇത് പ്രൊപ്പനാലുമാണ്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കണം, എന്നാൽ മാത്രമേ ഇവർ ആൽഡോൾ തരുള്ളൂ. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്. സോ രണ്ടുപേര് ആൽഫ ഹൈഡ്രജൻ ഉള്ളവരാണ്, അതുകൊണ്ട് അവർക്ക് എന്ത് തരാം, ക്രോസ് ആൽഡോൾ തരാൻ പറ്റും. ഇനി അവരുടെ ക്രോസ് ആൽഡോളിൻ്റെ പോസിബിലിറ്റീസ് നോക്കാൻ പോവുകയാണേ. ഫസ്റ്റ് പോസിബിലിറ്റി, ഇയാളുടെ കൂടെ തന്നെ ഒരു സെൽഫ് ആൽഡോൾ തരാമല്ലോ. ഇപ്പോൾ അസെറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എത്തനോൾ, അത് അതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ ആൽഡോൾ കണ്ടൻസേഷൻ നടത്തും. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ്, CH3CHO പ്ലസ് CH3CHO. നമുക്കിവിടെ ആൽഡോളിൻ്റെ ആവശ്യമില്ല, നേരെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ നേരെ പ്രൊഡക്റ്റ് എഴുതാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് H2 എടുക്കുക, ഇതിൽ നിന്ന് 2 H ഇതിൽ നിന്ന് ഒരു Oയും കൂടെ കളയാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു Oയും ഇതിൽ നിന്ന് 2 H കൂടെ കളഞ്ഞിട്ട് ബാക്കി എഴുതി നോക്കിയേ, CH3CH ഡബിൾ ബോണ്ട് CHCHO. കണ്ടോ, ഇവിടെ നിന്ന് ഞാനൊരു Oയും എടുത്തു, ഇവിടെ നിന്ന് 2 H എടുത്തു, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടി, ഇത് ഇതിൻ്റെ കൂടെ തന്നെ സെൽഫ് ആൽഡോൾ ചെയ്ത പ്രൊഡക്റ്റാണ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പോസിബിലിറ്റി എന്തായിരിക്കും, ഇയാളുടെ കൂടെ തന്നെ സെൽഫ് ആൽഡോൾ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, CH3CH2CHO പ്ലസ് ആൽഫ ഹൈഡ്രജൻ എടുത്ത് വരുന്ന രീതിയിൽ എഴുതണം, അല്ലാതെ നേരെ തിരിച്ചെഴുതുകയോ ഇതുപോലെ തന്നെ എഴുതിയിട്ടോ കാര്യമില്ല. ഇതിൻ്റെ ആൽഫ ഹൈഡ്രജൻ എവിടെയാണ്, ഇവിടെയല്ല ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇങ്ങനെ എഴുതണം. ഈ എഴുതുന്നത് ശരിയായാൽ പകുതി കാര്യങ്ങൾ ശരിയായിക്കോളും. കണ്ടോ, CH3CH2CHO. എന്തിനാണ് ഞാനിതിങ്ങനെ വളച്ചെഴുതിയത്, ഇതാണ് അതിൻ്റെ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻ വേണം അടുത്ത് വരാൻ, എന്നാലേ നമുക്ക് പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് H2 ഇവിടെ Oയും കൂടെ കളയൂ, എന്താ പ്രൊഡക്റ്റ് കിട്ടുന്നത് നോക്കി, CH3CH2 CH ഡബിൾ ബോണ്ട് CH3CHO. കണ്ടോ, ഇപ്പോഴും ആൽഫയുടെയും ബീറ്റയുടെയും ഇടയ്ക്കാണ് അൺസാച്ചുറേഷൻ വരുന്നത്. ഈസി ആയിട്ട് പ്രൊഡക്റ്റ് എഴുതിയാണ്ടോ, ഈ എഴുതുന്നത് കറക്റ്റ് ആയാൽ മതി. ഒന്നിൻ്റെ കീറ്റോ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും മറ്റേതിൻ്റെ ആൽഫ ഹൈഡ്രജനും അടുത്തെടുത്ത് വന്നാൽ മതി. അപ്പോൾ രണ്ടാമത്തെ പോസിബിലിറ്റി കഴിഞ്ഞു. രണ്ടുപേരും അവരവരുടെ കൂടെ സെൽഫ് ആൽഡോൾ നടത്തുന്നതായിരുന്നു ആദ്യത്തെ 2 പോസിബിലിറ്റീസ്. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റി, ഇയാളും കൂടെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പും രണ്ടാമത്തെ ആളുടെ ആൽഫ ഹൈഡ്രജനും, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ആളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പും രണ്ടാമത്തെ ആളുടെ ആൽഫ ഹൈഡ്രജനും, ഇതല്ലേ ഇതിൻ്റെ ആൽഫ കാർബൺ, അവിടെയുള്ള ഹൈഡ്രജൻ. ഇത് രണ്ടും കൂടെ H2O കളഞ്ഞേ. അപ്പോൾ എന്ത് കിട്ടുന്നത് എനിക്ക്, CH3CH ഡബിൾ ബോണ്ട് CH3CHO. കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഇനി ഇതൊന്ന് തിരിച്ചെഴുതി നോക്കിയേ നിങ്ങൾ. തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ ഇയാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് CH3CH2CHO, ഇയാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഇയാളുടെ ആൽഫ ഹൈഡ്രജനും, ഇതിൻ്റെ ആൽഫ ഹൈഡ്രജൻ. കണ്ടോ, ഇങ്ങനെയല്ലല്ലോ ആദ്യം എഴുതിയത് എങ്ങനെയായിരുന്നു, അസറ്റാൽഡിഹൈഡിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും പ്രൊപ്പനാലിൻ്റെ ആൽഫ ഹൈഡ്രജനുമായിരുന്നു. ഇപ്പോൾ എഴുതിയത് എങ്ങനെയാണ്, പ്രൊപ്പനാലിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും അസറ്റാൽഡിഹൈഡിൻ്റെ ആൽഫ ഹൈഡ്രജനും. ഇത് രണ്ടും എഴുതിയാൽ കിട്ടുന്നത് 2 തരം പ്രൊഡക്റ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കിയാലേ ക്രോസ് ആൽഡോളിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്നും ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നും എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഡിഫറെൻ്റ് ആയിട്ട് എഴുതി നോക്കാം. ഒരാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പും മറ്റൊരാളുടെ ആൽഫ ഹൈഡ്രജനും, പിന്നെ തിരിക്കുക. ആദ്യം എഴുതിയ ആളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എടുത്തെങ്കിൽ ഇപ്പോൾ അയാളുടെ ആൽഫ ഹൈഡ്രജൻ എടുക്കുക, മറ്റൊരാളുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എടുക്കുക. ഇപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ നിന്ന് Oയും ഇവിടെ നിന്ന് 2 H കൂടെ വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്തേ, CH3CH2 CH ഡബിൾ ബോണ്ട് CHCHO. കണ്ടോ, വേറൊരു പ്രൊഡക്റ്റ് അല്ലേ നോക്കിയേ. ഇപ്പോൾ എത്ര ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് കിട്ടി,
4 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് കിട്ടിയുണ്ടാവും. അപ്പോൾ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷന് 4 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏത്? അപ്പോൾ 3 എണ്ണം പ്രൊഡക്റ്റ് ആയിരിക്കും, ഒരു ഓപ്ഷൻ പ്രൊഡക്റ്റ് അല്ലായിരിക്കും. പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഏത്? അപ്പോൾ 3 എണ്ണം പ്രൊഡക്റ്റ് അല്ലായിരിക്കും, ഒരെണ്ണം മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ചില കേസിൽ നമുക്ക് ആദ്യം ഞാൻ ആ പറഞ്ഞ ക്ലൂ ഉപയോഗിക്കാം. അതായത് ആൽഫ ബീറ്റയുടെ ഇടയ്ക്കാണ് അൺസാച്ചുറേഷൻ എങ്കിൽ അതായിരിക്കും പ്രൊഡക്റ്റ്. പക്ഷേ അങ്ങനെ തന്നെ പല ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ ഏതാണെന്ന മെത്തേഡ് ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ സെൽഫ് ആൽഡോൾ ഉണ്ട്, ക്രോസ് ആൽഡോൾ ഉണ്ട്. 2 ആൽഡോൾ കണ്ടൻസേഷൻ ഓക്കെ അല്ലേ? അടുത്തൊരു ആൽഡോൾ കണ്ടൻസേഷനാണ് മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ. അപ്പോൾ സെൽഫ് ആൽഡോൾ അല്ലെങ്കിൽ വെറും ആൽഡോൾ ഉണ്ട്, ക്രോസ് ആൽഡോൾ ഉണ്ട്, മിക്സ്ഡ് ആൽഡോൾ ഉണ്ട്. മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോൺ കൂടെ ചെയ്യുമ്പോഴാണ് മിക്സ്ഡ്. 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ആണെങ്കിൽ അത് ക്രോസിലേ വരുള്ളൂ. 2 ഡിഫറെൻറ്റ് കീറ്റോൺ ആണെങ്കിൽ അത് ക്രോസിലേ വരുള്ളൂ. ഒരു ആൽഡിഹൈഡ് ഒരു കീറ്റോണും കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണത് മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ അറിയപ്പെടുന്നത്. മിക്സ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ എന്നും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം എഴുതിയ പോലെ 4 പ്രൊഡക്റ്റ് വരില്ല, ഇവിടെ 3 പ്രൊഡക്റ്റേ വരുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ആൽഡിഹൈഡിൻ്റെ കൂടെ തന്നെ സെൽഫ് ആൽഡോൾ ചെയ്യുന്നത്, അപ്പോൾ ഒരു പ്രൊഡക്റ്റായി. രണ്ടാമത്തെ പ്രൊഡക്റ്റ് കീറ്റോണിൻ്റെ കൂടെ തന്നെ സെൽഫ് ആൽഡോൾ ചെയ്യുന്നത്, രണ്ടാമത്തെ പ്രൊഡക്റ്റായി. മൂന്നാമത്തെ പ്രൊഡക്റ്റ് എങ്ങനെയായിരുന്നു? ആൽഡിഹൈഡിൻ്റെ കാർബണിൽ ഗ്രൂപ്പും കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജനും, അതായിരുന്നു മൂന്നാമത്തെ പ്രൊഡക്റ്റ്. നാലാമത്തത് നേരെ തിരിച്ച്. ഇവിടെ നാലാമത്തത് നടക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ആൽഡിഹൈഡും കീറ്റോണും കൂടിയാണ് മിക്സ്ഡ് ആൽഡോൾ നടക്കുന്നതെങ്കിൽ എപ്പോഴും ആൽഡിഹൈഡിൻ്റെ കാർബണിൽ ഗ്രൂപ്പും കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജനെ റിയാക്ട് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ആൽഡിഹൈഡിൻ്റെ കാർബണിൽ ഗ്രൂപ്പും കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുള്ളൂ. ബിക്കോസ് കീറ്റോണിൻ്റെ കാർബണിൽ ഗ്രൂപ്പിന് ആൽഡിഹൈഡിൻ്റെ കാർബണിൽ ഗ്രൂപ്പിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്. അതിൻ്റെ റീസണൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റെറിക് ഹിൻഡ്രൻസ് ഒക്കെ കാരണമാണ്. അപ്പോൾ കീറ്റോണിൻ്റെ കാർബണിൽ ഗ്രൂപ്പിന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് കീറ്റോണിൻ്റെ കാർബണിൽ ഗ്രൂപ്പ് ആൽഡോ കണ്ടൻസേഷനിൽ പങ്കെടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആ പോസിബിലിറ്റി നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 4 പോസിബിലിറ്റി ഇല്ല, 3 പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അതിൽ 2 പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും എഴുതുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെയുള്ള ആൽഡോൾ, ഇതിൻ്റെ കൂടെ തന്നെ ആൽഡോൾ. മൂന്നാമത്തെ പോസിബിലിറ്റി ആൽഡിഹൈഡിൻ്റെ കാർബണിൽ ഗ്രൂപ്പും കീറ്റോണിൻ്റെ ആൽഫ ഹൈഡ്രജനും. അപ്പോൾ ഇവിടെ നിന്ന് ഓയും ഇവിടെ നിന്ന് 2 എച്ചും കൂടെ കളഞ്ഞ് പ്രൊഡക്റ്റ് ചെയ്താൽ എന്താ പ്രൊഡക്റ്റ്? CH3 CH ഡബിൾ ബോണ്ട് CH CO CH3. കണ്ടോ? ഇതാണ് മിക്സ്ഡ് ആൽഡോൾ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ആൽഡോൾ ചെയ്യാൻ അറിയണം, ക്രോസ് ആൽഡോൾ, മിക്സ്ഡ് ആൽഡോൾ. എല്ലാത്തിൻ്റെയും പ്രൊസീജിയേഴ്സ് സെയിം തന്നെയാണ്. പക്ഷേ മിക്സ്ഡ് വരുമ്പോൾ 4 പോസിബിലിറ്റി എടുക്കരുത്. കീറ്റോണിൻ്റെ കാർബണിൽ ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുന്ന പോസിബിലിറ്റി എടുക്കാതിരുന്നാൽ മതി. ബാക്കി 3 പ്രൊഡക്ട്സേ മിക്സ്ഡ് ആൽഡോളിൽ ഉണ്ടാവുള്ളൂ. എളുപ്പമല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറെ കുറേ എക്സാമ്പിൾസ് എടുത്ത് നിങ്ങളിതുപോലെ ആൽഡോൾ കണ്ടൻസേഷൻ ചെയ്ത് നോക്കുക. എക്സാമ്പിൾ മാത്രം ചെയ്ത് നോക്കിയാൽ പോരാ, ക്വസ്റ്റ്യൻസ് എടുത്ത് ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.